ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഒത്തിരി ചെറുപ്പക്കാരുടെ തലയിൽ കയറിയിരിക്കുന്ന ഒരാശയമാണ് വിദേശത്ത് പോയി പഠിച്ചാൽ എല്ലാം ശുഭമാകും. വിദേശത്ത് പഠിച്ചാലേ ശരിയാവും, നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപറ്റം യുവജനങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളുമുണ്ട്. വേറെ നിവൃത്തികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന മാതാപിതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാനും സംഭവങ്ങൾ കേട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. ഒരു കുടുംബം സൂചിപ്പിച്ചൊരു കാര്യം, അവരുടെ മകൻ വിദേശത്ത് പോയി പഠിച്ചു. 7 വർഷമായി പോയിട്ട് ഇതുവരെ നാട്ടിലേക്ക് വന്നിട്ടില്ല, വരാൻ പറ്റിയിട്ടില്ല. അതും പോരാഞ്ഞിട്ട് അവർ പറഞ്ഞത് അവൻ പഠിച്ച അതിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടിയിട്ടില്ല. എവിടെയോ കടയിലൊക്കെ ഇങ്ങനെ നിന്ന് അവന് അവിടെ ഉപജീവനത്തിന് പോലും അതിലൂടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് നാട്ടിൽ നിന്ന് പണം അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് അവൻ മാനേജ് ചെയ്ത് പോകുന്നത്. എത്രയും വേഗം അവന് പഠിച്ചതിൻ്റെ അതിന് അനുസരിച്ചുള്ള ഒരു ജോലി കിട്ടുന്നില്ലെങ്കിൽ അവൻ്റെ ഭാവി വളരെ പ്രശ്നത്തിലാകും. മാത്രമല്ല അവർ പറഞ്ഞത് അവൻ ഇന്ന് ഈ അവസ്ഥയിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുക. അപ്പോൾ അവൻ്റെ അവസ്ഥ എന്താവും? വിദേശത്ത് വലിയ പ്രതീക്ഷയോടെ വിദേശത്ത് പോയി പഠിച്ചതാണ്, എന്നിട്ട് അവര് വന്നിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് അവർ വിവരിച്ചത്. അച്ഛൻ്റെ കുടുംബം എനിക്കറിയാം. അവർ പറഞ്ഞത് ഇതുപോലെ ഇല്ലാത്ത പണം ഉണ്ടാക്കിച്ച് അവർ ലോൺ എടുത്തു. അതുപോലെ തന്നെ കൈവായ്പ പലരിൽ നിന്നെടുത്ത് അങ്ങനെയാണ് അവനെ പഠിക്കാൻ പറ്റത്. അവൻ ഇന്ന് അവിടെ ഏതാണ്ട് ലൂസിഫറുമായി ബന്ധപ്പെട്ട ഏതാണ്ട് കാര്യങ്ങൾ ഏതാണ്ട് ഗ്രൂപ്പിലൊക്കെ പെട്ട് അതിനകത്ത് അകപ്പെട്ട് കിടക്കുക. അവന് വേണ്ടി എടുത്ത ലോണ് 10 പൈസ അവന് അടയ്ക്കാൻ വേണ്ടി ഇവിടെ വീട്ടിലേക്ക് കൊടുത്തിട്ടില്ല. ഇനി അവർക്ക് അതിനേക്കാൾ കൺസേൺ അവൻ്റെ ഭാവി എന്താവും, അവന് വിശ്വാസവും അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഉണ്ടായിരിക്കേണ്ടതെല്ലാം നഷ്ടപ്പെടുത്തുമോ എന്നുള്ള ആ ഒരു ഭീതിയിലാണ് മാതാപിതാക്കൾ ഇന്ന് കഴിയുക. എനിക്കറിയാവുന്ന വേറൊരു ഫാമിലി വേണമെങ്കിൽ ഒരു ലോണും എടുക്കാതെ അവർക്ക് വിദേശത്ത് പഠിക്കാമായിരുന്നു മക്കൾക്ക്. പക്ഷെ അവര് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുത്തു, മക്കളെയും കൊണ്ട് അപ്പൻ നാട്ടിൽ നിൽക്കും, മക്കളെ ഇവിടെ പഠിപ്പിക്കും. അതല്ലെങ്കിൽ അവരെ നഷ്ടപ്പെട്ടെങ്കിലോ എന്നുള്ള ആ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അമ്മ വിദേശത്ത് ജോലി ചെയ്തു, അപ്പനും മക്കളും നാട്ടില്. പഠനമെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പിന്നീട് തിരിച്ച് വിദേശത്തേക്ക് പോയി ഒന്നിച്ച് അവിടെ കഴിയാനായിട്ട് അവർക്ക് അവസരമുണ്ടായത്. ഒരു കാര്യം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, വിദേശത്ത് പോയി പഠിച്ചാൽ എല്ലാം ശുഭമാകുമോ? അങ്ങനെ പഠിച്ചിട്ട് ഇന്ന് കൊഴിഞ്ഞു വീഴുന്ന യൗവനങ്ങള് ഇഷ്ടം പോലെയാണ് നമ്മുടെ കൺമുമ്പിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതാനും വചനങ്ങളുടെ പിൻബലത്തോടുകൂടി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, യൗവനം എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് നാം വചന വെളിച്ചത്തിൽ പഠിക്കണം. യൗവനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ കുതിരബലം അനുഭവിക്കുന്ന കാലഘട്ടമാണ് യൗവനം. കുതിരബലം ഇത് നല്ലതിന് പ്രയോജനപ്പെടുത്താം, വേണമെങ്കിൽ തെറ്റായ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി നാശമടയാം. നമ്മൾ വിവേകപൂർവ്വം ഈ ഒരു സമയം പെരുമാറണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സഭാപ്രസംഗൻ 11:9 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം അവിടെ പറഞ്ഞിട്ടുണ്ട്, യൗവനത്തിൽ നാം നമ്മുടെ മനസ്സിന്റെ പ്രേരണകൾക്കനുസരിച്ച് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് പോകേണ്ടവരല്ല. അങ്ങനെ പോയാൽ ഉണ്ടാകാവുന്ന ഒരവസ്ഥ, ദുർദിനങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. ഒന്നിലും സന്തോഷം കണ്ടെത്തുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങൾ, അതിലേക്ക് വഴുതി വീഴാതിരിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ അനുസ്മരിക്കുക. നിന്റെ സൃഷ്ടാവിനെ നീ മാനിക്കുക, ബഹുമാനിക്കുക, അനുസരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിന് ഒരുപാട് നേട്ടം നൽകും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വരാവുന്നത്, ഒന്നിലും ഒരു സന്തോഷവും തോന്നുന്നില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥ, നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വഴുതി വീഴുന്ന ഒരവസ്ഥ. ചെറിയ തോൽവിയോ ചെറിയ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ എടുക്കാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥ, ഇതൊക്കെ വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. ദൈവത്തെ യൗവനത്തിൽ തന്നെ നമ്മൾ അറിയണം. ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. സുഭാഷിതങ്ങൾ 23 15-ാമത്തെ വചനം. നമുക്ക് എല്ലാവർക്കും വേണ്ടത് പഠിപ്പുള്ള ജ്ഞാനമുള്ള
ഒരു ഹൃദയമാണ്. അങ്ങനെയെങ്കിൽ ആ ഹൃദയം കൊതിക്കുന്നത് ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതാണ് ഏത് പ്രായക്കാർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. പുറപ്പാട് 10-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആരെല്ലാം ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതില് 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് യുവജനങ്ങളാണ്. യൗവനത്തിൽ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും നമുക്ക് സമയം കണ്ടെത്താൻ പറ്റണം, അതിന് മനസ്സുണ്ടാകണം. അത് ഒരുപാട് നേട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പുറപ്പാട് 23-ാം അധ്യായം 25-26 വചനങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഭക്ഷ്യവും പാനീയവും ദൈവം ആശീർവദിക്കും. സാമ്പത്തിക മേഖലയിൽ നമുക്ക് ഉയർച്ചയുണ്ടാകും. രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നമ്മുടെ ഇടയിൽ ഉണ്ടാകില്ല. അകാല മരണത്തെ പേടിക്കേണ്ട. ഇതെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇത് യൗവനക്കാര് ചെയ്യേണ്ടതാണ് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 6-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ നാം കാണുന്നൊരു കാര്യമുണ്ട്. യൗവനത്തിൽ തന്നെ ജ്ഞാനസമ്പാദനം ആരംഭിക്കുക, വാർദ്ധക്യത്തിലും അത് തുടരുക. സുഭാഷിതങ്ങൾ 4:7 നമ്മൾ കാണുന്നുണ്ട്, ജ്ഞാനസമ്പാദനമാണ് സർവപ്രധാനം, എന്ത് ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. അതുകൊണ്ട് ഈ കാര്യം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ആരംഭിക്കേണ്ടതാണ്. യൗവനത്തിൽ നമ്മൾ ആരംഭിച്ചാൽ നമുക്ക് പ്രായമാകുമ്പോഴും അത് തുടരാൻ പറ്റും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 25 3-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, യൗവനത്തിൽ സമ്പാദിക്കാൻ പറ്റാതെ പോയത് വാർദ്ധക്യത്തിൽ എങ്ങനെ സമ്പാദിക്കും? അതുകൊണ്ട് ഈ ഒരു കാര്യം യൗവനത്തിൽ തന്നെ നമ്മൾ ആരംഭിക്കേണ്ടതാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റൊരു കാര്യം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 9:10 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഇത് ഏത് പ്രായക്കാർക്കും വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. പരിശുദ്ധനായവനെ അറിയുക, യേശുവിനെ അറിയുക, ദൈവത്തെ അറിയുക. അതാണ് ഏറ്റവും വലിയ അറിവ്. ഒരുപക്ഷെ നമുക്ക് മറ്റു പല കാര്യങ്ങളിൽ കമ്പ്യൂട്ടറിൽ നല്ല അറിവുണ്ടായിരിക്കാം, കുക്കിങ്ങിൽ നല്ല അറിവുണ്ടായിരിക്കാം, ഡ്രൈവിങ്ങിൽ നല്ല അറിവുണ്ടായിരിക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധനായവനെ അറിയുക. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് യൗവനം കൊഴിയാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ, 7 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ അറിയാതെ പോകുന്നത്. 1 യോഹന്നാൻ 4:8 നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെ അറിയുന്നവർക്കാണ് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുക. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പരാജയമായിട്ട് നമ്മൾ കാണേണ്ടത്. വീണ്ടും നമ്മൾ സങ്കീർത്തനം 14:1 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ നിഷേധിക്കുന്നത് ഭോഷത്വമാണ്. അത് നമ്മൾ ഒരു ഫാഷനായിട്ട് കാണരുത്. ഭോഷത്വമാണ്. ദൈവമില്ല എന്ന് ചില യൗവനക്കാർക്ക് വലിയൊരു ഫാഷൻ പോലെയാണ്. അവരുടെ കൂട്ടുകാർ പറഞ്ഞു കേട്ടതായിരിക്കാം, ദൈവമില്ല. ആരാ ദൈവത്തെ കണ്ടിട്ടുള്ളത്? ആർക്കാണ് ദൈവത്തെ കാണിച്ചു തരാൻ പറ്റുക? അങ്ങനെയെല്ലാം ചോദിച്ചു പോകുന്ന ഒരവസ്ഥ. രണ്ടാമത്തെ കാര്യമാണ്, ശിക്ഷണം നിരസിക്കുന്നത് യൗവനം കൊഴിഞ്ഞു വീഴാൻ കാരണമായി തീരും. പല യൗവനക്കാരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ശിക്ഷണം. വേണേ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവര് മാതാപിതാക്കളെ ആണെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുകയും അവരെ എതിർക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. പ്രഭാഷകൻ 30:8 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ശിക്ഷണം കിട്ടാത്ത മക്കൾ അവര് അസന്മാർഗികളായി മാറും. ശിക്ഷണം കിട്ടാത്ത മക്കൾ പിന്നീട് മാതാപിതാക്കൾക്ക് തന്നെ ദുഃഖകാരണമായി മാറും. പ്രഭാഷകൻ 30:8 നമ്മൾ കാണുന്നുണ്ട്, അവർ തന്നിഷ്ടക്കാരായി മാറും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശിക്ഷണം അത് സന്തോഷത്തോടെ എടുക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തേതാണ് മാതാപിതാക്കളുടെ ശാപം. പ്രഭാഷകൻ 3-ാം അധ്യായവും പ്രഭാഷകൻ 7-ാം അധ്യായവും വായിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ അനുഗ്രഹം നമുക്ക് വലിയ സമ്പത്തായി മാറും. ശാപം നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. 4-ാമത്തെ കാര്യമാണ് വാശി വൈരാഗ്യം. ഒത്തിരി യൗവനക്കാര് വാശി വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് കാണാൻ പറ്റും. അത് അവരെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 28:1-3 വരെ വായിച്ചാൽ അയൽക്കാരോട് പകവെച്ച് പുലർത്തുന്നവർക്ക് എങ്ങനെ കർത്താവിന്റെ കരുണ ലഭിക്കും എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. മറ്റൊന്നാണ് ജഡം ജ്വലിക്കുന്നത്. പ്രഭാഷകൻ 23:16 വചനം എടുത്താൽ നമ്മുടെ ഈ ജഡികത നമ്മളിൽ ജ്വലിച്ച് ജഡത്തിന്റെ ആ ഒരു മോഹങ്ങൾക്ക് നമ്മളെ വിട്ടുകൊടുത്താൽ അവസാനം നമ്മൾ വട്ടപൂജ്യമാകും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 23:16 വചനം. മറ്റൊന്നാണ് ഈ ദുരാചാരങ്ങൾ അനുകരിക്കുന്നത്. ഇന്ന് ചിലർക്ക്
ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായെന്ന് കേൾക്കുമ്പോഴേ അതിൻ്റെ പുറകെ പോകാൻ താല്പര്യം കാണിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ പരീക്ഷയ്ക്ക് ജയിക്കും, ഇങ്ങനെ ചെയ്താൽ വിദേശത്ത് പോകാൻ പറ്റും, അങ്ങനെയെല്ലാം കേട്ട് കഴിയുമ്പോഴേ അതിൻ്റെയൊക്കെ പുറകെ പോകുന്ന അത് ദുരാചാരങ്ങളാണ്, നമുക്കത് യോജിച്ചതല്ല എന്ന് തിരിച്ചറിയാതെ അതിൻ്റെയൊക്കെ പുറകെ പോകുന്ന വ്യക്തികളെ കണ്ടെന്ന് വരും. അവസാനത്തേതാണ് ഇംഗ്ലീഷിൽ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം പുറകെ പോയി കള്ളും കഞ്ചാവും അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം ജീവിതം നശിപ്പിച്ച യൗവനക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ യൗവനക്കാരല്ലേലും യൗവനക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇനി അങ്ങനെയുള്ളവർ കൊഴിഞ്ഞു വീഴാതിരിക്കാൻ അവർക്ക് ദൈവിക സംരക്ഷണവും സഹായം ലഭിക്കുവാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവമേ, ഈ വലിയ വാരത്തിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അങ്ങൊഴുക്കുന്ന ദൈവകൃപ സ്വീകരിക്കാനും ആത്മീയ വളർച്ച പ്രാപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരു ചെറിയ പാപം പോലും ചെയ്യാതെ ഉയർപ്പ് തിരുനാളിനായി യഥാവിധി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.